ക്വീൻ മേരി പലപ്പോഴും പാരാനോർമൽ അന്വേഷണങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പ്രശസ്തമായ കപ്പലാണ്. ഒരിക്കൽ സമുദ്രങ്ങളിൽ സഞ്ചരിച്ചിരുന്ന ഈ ഭീമൻ കപ്പൽ ഇപ്പോൾ ഒരു ഹോട്ടലാക്കി മാറ്റിയിരിക്കുന്നു. അതിന്റെ ചരിത്രവും അതിൽ നടന്നതായി പറയപ്പെടുന്ന അസാധാരണമായ സംഭവങ്ങളും ചേർന്ന് ഈ കപ്പലിനെ ഇപ്പോൾ പ്രേതങ്ങളുടെ ഒരു താവളമാക്കി മാറ്റിയിരിക്കുന്നു. ക്വീൻ മേരി ഒരു ബ്രിട്ടീഷ് ഓഷ്യൻ ലൈനർ ആയിരുന്നു. 1936 നിർമ്മിതമായ ഈ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യാത്രക്കാരെയും ചരക്കുകളെയും കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒരു സൈനിക കപ്പലായി മാറ്റപ്പെട്ട ക്വീൻ മേരി പിന്നീട് ഒരു ക്രൂയിസ് ലൈനറായും പ്രവർത്തിച്ചിരുന്നു. 1967 സർവീസിൽ നിന്ന് വിരമിച്ച ഈ കപ്പൽ കാലിഫോർണിയയിലെ ലോങ് ബീച്ചിൽ ഒരു ഹോട്ടലായും മ്യൂസിയമായും മാറ്റി. ക്വീൻ മേരിയിൽ ഭൂതങ്ങൾ ഉണ്ടെന്ന വിശ്വാസം വളരെ വ്യാപകമാണ്. ഈ കപ്പലിൽ നിരവധി അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ഭീകരമായ കഥകൾ പ്രചരിക്കുന്നു. കപ്പലിൽ നിന്ന് പലപ്പോഴും ആളുകൾ കാണാതായിട്ടുണ്ടെന്നും അവരുടെ ആത്മാക്കൾ ഇപ്പോഴും കപ്പലിൽ അലയുന്നുണ്ടെന്നും പറയപ്പെടുന്നു. കപ്പലിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങളും ദൃശ്യങ്ങളും കാണപ്പെടുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കപ്പലിലെ ചില ഭാഗങ്ങളിൽ അസാധാരണമായ തണുപ്പും അനുഭവപ്പെടാറുണ്ട്. പ്രശസ്ത പാരനോർമൽ അന്വേഷകനായ സാക് ബാഗൻസ് തന്റെ ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ് എന്ന ഷോയിലൂടെ ക്വീൻ മേരിയിൽ നിരവധി തവണ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും ഈ കപ്പലിൽ നിന്ന് നിരവധി അസാധാരണമായ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ കപ്പലിലെ ഭൂതങ്ങളെക്കുറിച്ചുള്ള കഥകൾ സത്യമാണോ അല്ലയോ എന്നത് ഇപ്പോഴും ഒരു നിഗൂഢതയായി തുടരുന്നു.